ഹലോ ഹലോ. ഹലോ. കളത്തിലെ കെ.പി. മാത്യു സാറല്ലേ? അതെ സാറേ. അതെ. ഇത് കുര്യൻ മാറ്റിലാ വിളിക്കുന്നേ. ഏ ഏ മാലൂരെ കുരിച്ചാ വിളിക്കുന്നത്, മാലൂരെ. ആ ആ ആ എന്നാ സാറിന്റെ വിളിച്ചോ? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് സാറേ? ആ മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹത്തിന് ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായില്ലേ. അത് ഞാൻ അറിഞ്ഞായിരുന്നു. ആ നേരിട്ട് കണ്ടേ. കുഴപ്പമൊന്നുമില്ലല്ലേ? ആരോഗ്യം അല്ലേ? ആരോഗ്യമൊക്കെ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഈ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് തളർന്നു പോകും, ഉറങ്ങണം എന്നുള്ളൊരു തോന്നല. ആ മരുന്നിന്റെ എഫക്റ്റ് ആണത്. പക്ഷെ അത് കഴിച്ചേ പറ്റൂ. അതെ. കുറെ കൊളസ്ട്രോൾ പോകാന്, ബ്ലഡിന്റെ തിക്നെസ് കുറയാന്, അങ്ങനെ 100,000 ഗുളികകളുണ്ട്. ഓ, മനസ്സിലായി. അപ്പം ഇങ്ങനത്തെ ഒന്ന് വന്നാൽ പിന്നെ അത് കഴിച്ചേ പറ്റൂ നമ്മള്. അത് തന്നെ. എന്നാലും സാറ് എത്ര ഉം. വയസ്സായിട്ട് ഇത്രയും പൂർണ്ണ ആരോഗ്യവാനായിട്ട് എല്ലാ കാര്യത്തിലും നമുക്ക് ഇതായിട്ട് നടക്കുന്നത്, അത് നമുക്ക് ഒരു സന്തോഷമായി. അതൊക്കെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം, എന്റെ ശിഷ്യന്മാരുടെ അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പൊ സാറേ, അവരൊക്കെ വടക്കേക്കൽ സാർ അടുത്ത ഇന്നലെ വ്യത്യാസം. വടക്കേക്കൽ സാർ സാറേ എന്തോ ഇപ്പൊ ഓർമ്മയൊക്കെ പോയി സാറേ. വടക്കേക്കൽ സാർ പൂർണ്ണ ഇതായി എന്തോ മാറി. വടക്കേക്കൽ സാറില്ലേ? ആരുടെ ഞങ്ങളുടെ എന്തോ ഞങ്ങളുടെ അയലൊക്കത്ത് വടക്കേക്കോട് സാർ ഇപ്പൊ എറണാകുളത്താണ്. ഞാൻ പോയി ആ കണ്ടായിരുന്നു. ആ അത് ഓ പൂർണ്ണമായിട്ടും ആ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാവരും തിരിച്ചറിയത്തില്ല. അയ്യോ പാവം. ആ എവിടെ ആലപ്പുഴയാണോ? അല്ല, ഞാൻ ഇപ്പൊ എറണാകുളത്താണ്. മകളുടെ അടുത്താ ഇപ്പൊ മകള്. ഓക്കെ ഓക്കെ. സാറേ, ഞാൻ വിളിച്ചതേ, നമ്മുടെ ഒരു കുടുംബക്കാരൻ എന്നോട് ചോദിച്ചത്, ഈ നമ്മുടെ ഞങ്ങളുടെ ജോസഫ് കുഞ്ഞ് മകളെ വിളിച്ചാറുണ്ടല്ലോ, ആ ആ അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം എന്നൊക്കെ എന്നോട് ഒരു വ്യക്തി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, അപ്പം എല്ലാവർക്കും തന്നെ അറിയില്ല, അദ്ദേഹം കുടുംബ സെക്രട്ടറി ആണ്, ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞേ, മനസ്സിലായോ? ആ ആ അപ്പം സാറിനെ ഒത്തിരി ബുദ്ധിമുട്ടിച്ച വ്യക്തിയല്ലേ അല്ലേ ഇതായിട്ടെ? ആ അതൊക്കെ പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പൊ ആ. മാറ്റം ഈ കുര്യന് ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ഞാൻ അതായത് പറഞ്ഞ കെ.പി. മാത്യു സാർ എനിക്കറിയാം. അദ്ദേഹത്തിന് വളരെ ജോസഫ് കുഞ്ഞിനെ സ്കൂളിൽ കയറ്റാനായിട്ട് ഏറ്റവും ജോലി ചെയ്തവൻ ഞാനാണ്. എന്റെ എനിക്കറിയാം. ജീവൻ വരെ കൊടുത്ത്, അതായത് ആപ്പച്ചൻ എന്നോട് വലിയ താല്പര്യമായിരുന്നു. ആണ്. ആപ്പച്ചനെ എന്റെ അപ്പന്റെ ഒക്കെ ക്ലാസ്മേറ്റ് ഏതാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. ആണ്. ഒരു ദിവസം ഉം. ആപ്പച്ചൻ വീട്ടിലങ്ങ് വന്നു. ആ. വന്നിട്ട് എന്നോട് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ആ. ഞാൻ ശ്രമിച്ചാല് ജോസഫ് കുഞ്ഞിനെ സ്കൂളിൽ കയറ്റാം. അപ്പൊ സാറ് ഹെഡ് മാസ്റ്ററാ അല്ലേ? ഹെഡ് മാസ്റ്ററാ എന്ത് സാറ് പുളുങ്ങുന്ന ഹെഡ് മാസ്റ്റർ? അപ്പം എങ്ങനെ കേൾക്കാമല്ല? സാറന്ന് പുളുങ്ങുന്നിലെ ഹെഡ് മാസ്റ്ററാ അല്ലേ? അല്ലല്ല, ആ. സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഒന്നുമല്ല. ആ. ഞാൻ അവിടെ പഠിപ്പിക്കുക മാത്രമാണ്. സാറിനോട് അത്രമാത്രം ബന്ധമുണ്ട്. മനസ്സിലായി. അപ്പൊ ആ അവസരത്തില് പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞു, ആരെ കൊണ്ട് പുള്ളി വന്നത് എന്നെ കൊണ്ട് ലീവ് എടുപ്പിക്കാനാ. ഓക്കെ, അങ്ങനെ. എന്നിട്ട് ആ ലീവ് വേക്കൻസിയിൽ പുള്ളിയെ കയറ്റുക 3 മാസത്തേക്ക്. അതൊന്നല്ല, അതിന് വേണ്ട നഷ്ടമോ ഒക്കെ പുള്ളി നികത്തിക്കോളാമെന്നെല്ലാം പറഞ്ഞോണ്ടാ. ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിലെ പോകാതെ എനിക്ക് വീട്ടിലിരിക്കുന്നത് ചിന്തിക്കാൻ പോലും മേല. ഞാൻ അങ്ങനെ താല്പര്യമുള്ള ഒരാളെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തരാനായിട്ട് ഞാൻ കുഞ്ചിരി സാറിനോട് പറഞ്ഞാൽ പുള്ളി ചെയ്തേക്കുമെന്ന് എനിക്ക് തോന്നിച്ചു. ഇതിനുള്ള നഷ്ടപരിഹാരമൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ചിരി സാറാണ് ചിലപ്പോൾ സമ്മതിച്ചു വെക്കുന്നത്. ഞാനുമായിട്ടുള്ള ഇരിപ്പില് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ കയറി അന്ന് മുതല് എന്തെല്ലാം എനിക്കിട്ട് പാരപണിയാവോ ഇത് ജോസഫ് കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയാമല്ലോ, കുര്യൻ അറിയാമല്ലോ എന്നോട് ചെയ്ത. അതായത് പുള്ളിയുടെ കൺസെന്റോടുകൂടി ഞാൻ കുരിശുള്ളിയെ കുറിച്ച് ഒരു ലെറ്റർ, ഒരു ആർട്ടിക്കിൾ എഴുതിയത് പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഇത് എനിക്ക് പ്രസിദ്ധീകരിക്കാവോ? ഓക്കെ, അതിനെന്നോട് തകർക്കെന്ന് പറഞ്ഞു. എന്നിട്ടാണ് പുള്ളി എനിക്കെതിരായിട്ട് പണിതത്. അപ്പം പുള്ളിയുടെ സ്വഭാവം എന്നത് മനസ്സിലായി. അതേക്കുറിച്ച് ഇനി ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കും. ഞാനൊരു ക്രിസ്ത്യാനിയായതുകൊണ്ട്. അത് തന്നെ വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 10 വർഷം മുമ്പേ നമ്മളെ ഒരു ഇത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 10 വർഷം മുമ്പ് ഒരു വലിയ പരിപാടി വെച്ചപ്പം അതിനകത്ത് ലീഡർ വേണം. അപ്പോൾ ലീഡറായിട്ട് ആദ്യം എല്ലാവരും പറഞ്ഞു കെ.പി. മാത്യു സാറിന്റെ പേരും പറഞ്ഞു. അപ്പം ഒരു വ്യക്തി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരാണ്ട്, ഈ മംഗലപ്പള്ളി ആരാണ്ട് ബന്ധപ്പെട്ട ആൾ പറഞ്ഞു ജോസഫ് സാറെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അപ്പം വന്നപ്പോൾ അതിനകത്ത് 90% ആൾക്കാർ സാറിന്റെ പേരെ കൈവക്കി. മനസ്സിലായോ? ഞങ്ങളുടെ സെമോസിൽ കൂടി ഗ്രൂപ്പിൽ തന്നെ 4% സാറിന് വേണ്ടിയാ കൈ പൊക്കിയത്. അപ്പൊ അങ്ങനെ ഓരോ പിന്നെ പള്ളി കമ്മിറ്റിയിൽ ഇലക്ഷൻ വന്നപ്പോൾ പുള്ളി തോറ്റുപോയി. മനസ്സിലായോ?
മംഗലപ്പള്ളി സണ്ണിച്ച ചേട്ടനുമായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് 2009 തോന്നുന്നു. 2000. അപ്പം അന്നും തോറ്റുപോയി. പക്ഷെ ഈ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രഹ്മം വെക്കുക, ഈ കുടുംബ സെക്രട്ടറി സ്ഥലത്ത് മാറിയില്ല, അദ്ദേഹം കല്യാണം മുടക്കുക, അങ്ങനെ എല്ലാമാണ് പുള്ളിയുടെ പരിപാടി. മനസ്സിലായോ? അപ്പൊ ഇത് അറിയാൻ പറ്റാത്ത ഒരു കുടുംബക്കാരൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇപ്പം എനിക്ക് മംഗലപ്പള്ളി സണ്ണിച്ച ചേട്ടനും അതോടൊപ്പം തന്നെ മറ്റു വലിയ പാട്ടക്കാരും ഒക്കെ പറഞ്ഞ് ഒത്തിരി അറിവുണ്ട് ഈ കാര്യങ്ങളെ. ഇത് ഇദ്ദേഹത്തിന്റെ മകൾ ഒളിച്ചോടി പോയി, അറിയാവോ? മകള്. എനിക്കറിയാം. പിന്നെ അറിയാവോ സാറേ, ഇപ്പൊ മംഗലപ്പള്ളി തന്നെ എത്ര ഡൈവേഴ്സ് വന്നിരിക്കുന്നത്. മറ്റേ മംഗലപ്പള്ളി കുര്യച്ചൻ ചേട്ടന്റെ മോള് ഒളിച്ചോടി പോയി വന്ന് ഇപ്പൊ ഡൈവേഴ്സായി നിൽക്കുന്നു. പിന്നെ പെറ്റൽസിന്റെ സൗകര്യം ഡോക്ടർ തോമസ് ചേട്ടന്റെ മകളിപ്പം ഡൈവേഴ്സാണ്. ഇപ്പൊ മംഗലപ്പള്ളി വക്കച്ചാന്റെ മൂത്തമ്മ ഡോക്ടർ മാത്യു ഡൈവേഴ്സായി നിൽക്കുന്നു. ഇളയമുള്ള കല്യാണം നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറയണം ഓരോരോ ഇത്. ഈ ജോസഫ് സാർ എന്ന് പറയുന്നത് എന്റെ ദൈവമേ, എന്നെ ആ ലേവൽ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പം എനിക്കറിയാം സാറിന് ആ മനുഷ്യനെ ഞാനില്ലെങ്കിൽ കുഞ്ചിരി സാറ് ലീവ് എടുക്കത്തുമില്ല. ഇനി കുഞ്ചിരി സാറിന് ചെയ്ത് അറിയാവോ? കുഞ്ചിരി സാറിനെ ഞാൻ ജോസഫ് കുഞ്ഞിന് വേണ്ടി 3 മാസത്തേക്ക് ലീവ് എടുപ്പിച്ചത്. ആ കുഞ്ചിരി സാറ് ഇത് കഴിഞ്ഞിട്ട് ലീവ് എല്ലാം കഴിഞ്ഞ് സെന്റ് ജോസഫിൽ ജോയിൻ ചെയ്യാനായിട്ട് കയറി വരുമ്പോൾ പുള്ളിക്ക് ട്രാൻസ്ഫർ ടു നമ്മുടെ മണിമല അടുത്തൊരു സ്കൂളുണ്ട് കരിക്കാട്ടൂര്, SCMIയുടെ. ആ സ്കൂളിലേക്ക് പുള്ളിക്ക് ട്രാൻസ്ഫർ മേടിച്ചു കൊടുത്തിട്ട് ജോസഫ് കുഞ്ഞിനെ ഇവിടെ ഇരിക്കുന്നു. ജോസഫ് കുഞ്ഞിന്റെ അച്ചായന് അവിടെ നല്ല പിടിപാടായിരുന്നു. അവിടെ കോർപ്പറേറ്റ് മാനേജരെ കൊണ്ടാണ് പാവം കുഞ്ചിരി സാറിനെ ട്രാൻസ്ഫർ ചെയ്യിച്ചത്. അപ്പം ഉപകാരം ചെയ്ത് ആൾക്കിട്ട് പാരമാണെന്നത് സാറേ. ആ പാര വെപ്പ് സാറേ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്, അറിയോ? സണ്ണിച്ച ചേട്ടന്റെ മരണസമയത്ത് വരെ പാര വെപ്പ് നടന്നുകൊണ്ടിരിക്കുക, അറിയോ? മരിച്ച ആ ബോഡി മനസ്സിലായോ? പുള്ളിയെ മാറ്റാൻ ആർക്കും സാധിക്കത്തില്ല. പുള്ളിയുടെ ഒരു ബ്ലഡ് കലർന്ന സ്വഭാവമാണ് ഈ ഞാനത് കാരണം ഞാൻ ആ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന സാറേ. ഇത് പുറത്തുള്ളവർക്കൊന്നും പുള്ളി ഇങ്ങനെ വലിയ കുടുംബത്തിന്റെ വേണ്ട എല്ലാം വലിയ നിൽക്കുമ്പോൾ ആർക്കും ഇത് മനസ്സിലാകത്തില്ല. ഞാനിത് അനുഭവസ്ഥനാണെന്നും പിന്നെ മംഗലപ്പള്ളി സണ്ണിച്ചാണ്ട് അനുഭവസ്ഥനാണ്. ഞാനിത് 10-20 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാം. ഇതിപ്പം പുറത്തിപ്പോ ഒരാള് കേൾക്കുവോ അല്ല ആരെങ്കിലും ഒരു കേൾക്കുമ്പോൾ ഇദ്ദേഹം പ്രിൻസിപ്പളാണ്, റിട്ടയർഡായി. അപ്പൊ ഇദ്ദേഹം പറയുമ്പോൾ ചെവിയില്ല ഇതെല്ലാം, പിന്നെ പറയുമ്പം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വാച്ചാമ്പിലാണ് ഇന്ന ബന്ധമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതേ വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നു, കേരള കൗമുദി പത്രത്തിൽ. പുള്ളി നമ്മുടെ ഈ നെഹ്റു ഉപയോഗിച്ചൊരു വള്ളമുണ്ട്, ഒരു പഴയ മുരിക്കന്റെ ഒരു ബോട്ട് ഈ ഡോക്ടർ തോമസ് മംഗലപ്പള്ളി മേടിച്ച, മസ്കറ്റുള്ള പുള്ളി മേടിച്ചത്. അത് നോട്ടക്കാരൻ മംഗലപ്പള്ളി ജോസാറാണ് പുള്ളിയുടെ ഫോട്ടോ വെച്ച് വാർത്ത വന്നു. അപ്പൊ അത് വെച്ചാണ് എന്നോട് ഇങ്ങനെ ജോസാറിനെ കുറിച്ച് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളോട് ചോദിച്ചു പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു KP സാർ ഇപ്പം പലർക്കും ഇത് വ്യക്തമായിട്ട് ഇപ്പം മംഗലപ്പള്ളി സണ്ണിച്ച ചേട്ടൻ ഇങ്ങനെ ദുരന്തം അനുഭവിച്ചുകൊണ്ട് ഞാൻ ദുരിതം അനുഭവിച്ചു എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കാര്യം ഇത് തന്നെയാണ്. കാരണം ഔട്ട് സൈഡ് ഒരാൾ പറയുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു പുറംപാട്ടുകൾ ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കത്തില്ല. ഇതേ ഹെഡ് മാസ്റ്റർ റിട്ടയറായി സ്കൂൾ അധ്യാപകനാണ്, എനിക്ക് ശിഷ്യ സമ്പത്തുണ്ട് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഞാൻ പറയാം സാറിന് എനിക്കറിയാം ഒത്തിരി ആ സാറിന്റെ ഞങ്ങളിവിടെ വാട്സാപ്പിൽ സാറിനെതിരെ കമ്മിറ്റി കൂടി. ആവശ്യമുള്ള കാര്യമാണോ? അനാവശ്യമായിട്ട് ഇവിടെ ആളിക്കത്തിച്ചു, എന്നിട്ട് ടിറ്റോ ഇറക്കി പോസ്റ്റ് ഇടിപ്പിച്ചു, നോട്ടീസ് ഇറക്കിപ്പിച്ചു, എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു സാർ ചെയ്ത നന്മ പ്രവൃത്തി അംഗീകരിക്കാൻ ഇദ്ദേഹം തയ്യാറാവുന്നില്ല, മനസ്സിലായോ? സാറിപ്പം എന്തൊക്കെ നല്ല കാര്യങ്ങൾ സാർ ചെയ്യുന്നത്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ആകെയുള്ള ജീവിതമുള്ളൂ അതിങ്ങനെ ഈ ബ്രഹ്മം വെക്കാനും എത്ര കല്യാണം എന്ന് പറയാൻ മുടക്കുന്നു. ഒരു കല്യാണം കൂടി അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ മാർത്തോമല കിട്ടിയിരിക്കുന്നത്. പിന്നെ മേള ഒളിച്ചോടി പോയി. എന്നിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ സ്വഭാവം അങ്ങനെ പോയി സാർ. അത് മാറ്റാന്ന് പറഞ്ഞത് ഈ പുളുങ്ങുന്ന രക്ഷപ്പെടാത്തതിനാണ് ഇങ്ങനെ ഈ ജോസാറെ പിന്നെ 10 ആൻഡപ്പനെ എന്റെ ഒരു ശിഷ്യനാണ്, ഒരു പ്രത്യേക സ്വഭാവം. എന്റെ സാറേ ആൻഡപ്പൻ എന്ന് പറഞ്ഞ പ്രത്യേക സ്വഭാവം മാത്രമല്ല സാറേ, ഈ ആൻഡപ്പൻ എന്ന് പറയുന്നത് അരസ്മാത്തിന്റെ ഭാവി നശിപ്പിച്ചു. ഈ ഞങ്ങളുടെ പാട്ടക്കാർക്ക് ബുദ്ധി കൂടുതൽ അറിയാലോ. പിന്നെ എന്ന് പറയുന്നത് എന്നെ ഈ 9 തവണ ആശുപത്രി കളിച്ചതിന്റെ എല്ലാം പിന്നിൽ വിളിച്ചിരിക്കുന്ന ആൻഡപ്പന. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ സ്വത്തുകാർക്ക് ഉണ്ടാക്കാൻ കാണാൻ എല്ലാം 10 ആൻഡപ്പല. പിന്നെ പുള്ളിയുടെ കല്യാണം നടത്തിയത് അച്ചാനെ വരെ ഉപദ്രവിച്ചു, മരിക്കുന്നവരെ കേസുകൾ. പിന്നെ മംഗലപ്പള്ളി മക്കത്തിന്റെ ഭാര്യ ഇവിടെ ഇലക്ഷൻ നിന്നു, അത് തോപ്പിച്ചു. പുള്ളിക്കാരൻ വീട്ടിൽ ബുദ്ധി കൂടുതലാണ്. പുള്ളിക്കാരൻ അറിയാം എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കാൻ.
അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി പുള്ളി ഇപ്പം തന്നെ 25 ജോസ് കുട്ടി അറിയാമല്ലോ, 20 നമ്മുടെ കായപ്പുറത്തുള്ള പുള്ളിയുടെ മരണത്തിന് പിന്നിൽ ആലപ്പന, മനസ്സിലെ. അതിപ്പോ എനിക്ക് വ്യക്തമായിട്ട് തെളിവുണ്ട്, വ്യക്തമായിട്ട് മൊത്തം ആലപ്പന. കാരണം പുള്ളി 4005% ആഗ്രഹിച്ചാണ്. പുള്ളിയുടെ ചേട്ടൻ അവിടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഒത്തിരി തോന്നിയാസം വന്നപ്പോ ഈ 25 ദിവസം ബോർഡ് വന്നാൽ പുള്ളി ചോദ്യം ചെയ്തു. അപ്പൊ അതോടെ തന്നെ പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ 10 ആലപ്പൻ. അപ്പൊ അതിന് ഞാനും തടസ്സമാണ്, പുള്ളിയൊക്കെ തടസ്സമായിരുന്നു. അപ്പം പിന്നെ എന്നെ ഈ 9 തവണ എന്ന് പറഞ്ഞാൽ എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പുള്ളി ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഉടനെ വേറെ ആൾക്കാരെ കൊണ്ട്, പുള്ളി നേരിട്ടല്ല, വേറെ ആൾക്കാർ എന്റെ വീട്ടിലെ സഹോദരങ്ങളെയും മറ്റവരെ ഇളക്കും. എന്റെ അച്ഛനെ പുള്ളി വലിക്കത്തില്ല, വേറെ അതൊക്കെ എന്റെ എല്ലാം എനിക്ക് തെളിവുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ 2.5 വർഷം കൊണ്ട് ഓരോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇതുവരെ കൊണ്ടുപോകാൻ പറ്റും. കാരണം കോടതിയിൽ എനിക്ക് അനുകൂലം വന്നു. ഇപ്പൊ എസ് പിക്കും പോലീസിനും എല്ലാം ബോധ്യപ്പെട്ടു എനിക്ക് മാനസികരോഗം ഉണ്ടല്ലോ എന്നുള്ളത്. യഥാർത്ഥ മാനസികരോഗവും സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറയുന്നത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. 1 10 ആലപ്പനും, 2 ഈ ജോസഫ് സാറുവാ. എന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സാമൂഹിക ജോസഫ് സാറിനും ആഗ്രഹമാണ് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കണം. പിന്നെ 4005 ബോർഡ് മെമ്പർ, കഴിഞ്ഞ തവണ ബോർഡ് മെമ്പറായി. ഈ തവണ ബോർഡ് മെമ്പർ കയറാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇതിനകത്ത് വന്നതുകൊണ്ട്. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ പുള്ളിക്ക് എന്റെ ദൈവം, പുള്ളിക്ക് ഭയങ്കര ചോർച്ചിൽ. എനിക്ക് എവിടെയൊക്കെ ബ്രഹ്മം വെക്കാൻ പറ്റും എന്റെ സാറെ, എന്ത് ചെയ്ത് പറ്റി കഴിഞ്ഞാലേ. അപ്പൊ അതൊന്ന് സാറിനോടൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ. സാറ് നാളെന്നോട് ഈ കാര്യങ്ങൾ വീട്ടിൽ വന്നു എല്ലാം എനിക്ക് അറിയാമോ, നാളെ ചോദിക്കാൻ വേണ്ടി സാറേ. സാറേ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ മോശമായിട്ട് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ എന്റെ ഓർത്ത് നോക്കി വളരെ മോശമായിട്ടല്ല പഠിപ്പിക്കുന്നത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനൊന്നും ആകാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ സ്കൂളിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അത് പുള്ളി ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും. സാറേ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളിപ്പോ അദ്ദേഹം വന്ന് ചോദിക്കും, അത് എനിക്കൊന്ന് 4ാം ചാപ്റ്ററാണ് ഈ ബയോളജി തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ അത് ഒരു പുള്ളിക്ക് ഇതൊന്നും ഓർമ്മയൊന്നുമില്ല, എവിടം വരെ പഠിപ്പിച്ച എവിടെ നിന്നും. അപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ വേണ്ടി, അതായത് സെക്സും ഇതുമായിട്ട് എന്താ കേൾക്കാൻ വേണ്ടി പറയും. സാർ ഈ ഇപ്പൊ മുന്നിൽ ഇരിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കുന്ന ലൈജോ ജോ ഇപ്പൊ ഇവിടെയുണ്ട്, പുള്ളിയോടെ ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഇത് ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകാന്ന് പറയും. അപ്പൊ ഇത് ഒരു ഞങ്ങൾ 5-6 തവണ ഇത് കേട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇത് സുഖം. സാറിന്റെ വായിന്ന് കേൾക്കാല്ലേ. സാറ് വെട്ടിത്തോന്നല്ല ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ആ സിലബസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സാറ് പറയും. ഞാനിവിടെ കുടുംബം പൊടുകുന്ന് വെച്ച് നടന്നപ്പോ, ഇവിടെ എന്റെ വീട്ടിൽ വെച്ച് നടന്നപ്പോ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, സാറ് ബയോളജി പഠിപ്പിച്ചുകൊണ്ട് ആരെയും ദാമ്പത്യ ജീവിതം ആരുടെയും പരാജയപ്പെട്ടില്ല. കാരണം ഞങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കൂടുതലെല്ലാം പഠിച്ചു കഴിഞ്ഞ് പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു, മനസ്സിലേ എല്ലാം. അന്ന് പുള്ളിക്ക് എന്നെ വീട്ടിൽ ചേർന്ന് അല്ലെ പുള്ളിക്കല്ലോ പറയാൻ പറ്റുമോ? ഞാൻ ജോയിന്റ് സെക്രട്ടറിയും പുള്ളി കുടുംബ സെക്രട്ടറി. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, പുള്ളി സെജോ സ്കൂളിൽ പഠിപ്പിച്ച ആർക്കും കാരണം 8ാം ക്ലാസ് വെച്ച് തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ പുള്ളിയുടെ സ്വഭാവം എന്ന് പറയുന്ന പുള്ളി ഒരു എന്താ ഒരു അങ്ങനെ പിന്നെ എന്താ ഒരു കെയർലെസ് ആയിരുന്നു. അതായത് പഠിപ്പിക്കാൻ നമ്മൾ എംബോസിറ്റ് എഴുതിപ്പിക്കഴിഞ്ഞാൽ പിള്ളേർ വെക്കുന്നത് എന്നാ ഈ സൺഡേ സ്കൂളിന്റെ പഴയ പേപ്പറൊക്കെ കീറി കൊണ്ട് ഇടയിൽ വെക്കും. അതിന് ആദ്യത്തെ പുള്ളി പറഞ്ഞ എംബോസിറ്റിനെ ഒരു തവണ ഒരു പാട്ട് പിടിച്ചപ്പോ നോക്കുമ്പോ മാർത്തോമ ക്രിസ്ത്യൻ. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ എന്റെ പെങ്ങള് പറഞ്ഞാണ് ഈ ലിറ്റിൽ ഫോർ സ്കൂളിൽ പോകുമ്പോളേ, ലിറ്റിൽ ഫോർ സ്കൂളിൽ പോകുമ്പം സാറ് ഒരാളോട് ചെന്നിട്ട് കോപ്പി അടിച്ചോണ്ടിരിക്കുമ്പോ ഇല്ല നിങ്ങൾ എന്തെങ്കിലും കോപ്പി അടിച്ചോളാം, കോപ്പി അടിച്ചു പരസ്യമായിട്ട് പറയുന്നു. പെങ്ങള് ഓരോ കോപ്പി അടിക്കുന്ന ഒരാൾ അവരെ പ്രോത്സാഹിപ്പിക്കുമെന്ന്, മനസ്സിലായോ? അവർ സാറ് വരുമ്പോ മാറ്റിക്കോണം, നിങ്ങൾ ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആരെങ്കിലും പറയൂ സാറേ, മനസ്സിലായോ? പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് ഒരു കുടുംബത്തിന്റെ പേര് ദോഷമല്ലേ, മനസ്സിലായോ? അപ്പൊ പെങ്ങളിങ്ങനെ അപ്പൊ പെങ്ങളോടും പറഞ്ഞു ആരുടെ അല്ലേ കുഴപ്പമില്ല. അതൊക്കെ ഒരു തെറ്റായ സന്ദേശമല്ലേ. നമ്മളിപ്പോ ആരെങ്കിലൊക്കെ പറയുമ്പോ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുക സാറേ, മനസ്സിലായോ? ഞാനിതൊക്കെ വിലയിരുത്തോണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ശരിക്കും പഠിച്ചുകൊണ്ടാണ് നമുക്ക് അത്രമാത്രം ഈ കാരണം അദ്ദേഹത്തിന് എന്നെ സഹായിച്ചെങ്കിൽ എന്റെ കല്യാണം നേരത്തെ നടക്കാമായിരുന്നു. അദ്ദേഹം ഇതാണ്. പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ നമ്മുടെ കുടുംബം നശിക്കാൻ ആഗ്രഹിക്കുന്നത് അത്ര നെഗറ്റീവായ മനോഭാവമാണ്. ആ സണ്ണിച്ച ചേട്ടനെ എത്ര ബുദ്ധിമുട്ടില്ലെന്നറിയാം മംഗലപ്പള്ളി സണ്ണിച്ച ചേട്ടനെ. പിന്നെ ആ മൂത്ത മോന്റെ കല്യാണം മുടക്കാൻ നോക്കി, ഇപ്പൊ ഡൈവോഴ്സ്. അത് എനിക്ക് എങ്ങനെയൊക്കെ പാരം വെക്കാൻ നോക്കുമോ എന്റെ കല്യാണം എത്ര ഭാരം വെച്ചിട്ടുണ്ടെന്ന് അറിയാം സാറേ.